ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PS വേലായുധൻ്റെ വേൾഡ് ഹിസ്റ്ററിയിലെ 10ാമത്തെ ചാപ്റ്ററാണ് പ്രാചീന ഭാരതം. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ശിലായുഗ നാഗരികതയെക്കുറിച്ചാണ്. വടക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയത്താലും കിഴക്കും പടിഞ്ഞാറും തെക്കും ഇന്ത്യൻ സമുദ്രത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഉപഭൂഖണ്ഡമാണ് ഭാരതം. ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യാ സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരുന്ന സിന്ധു നദിയിൽ നിന്നാണ് ഭാരതത്തിന് ഇന്ത്യ എന്നുള്ള പേര് സിദ്ധിച്ചത്. സിന്ധു എന്ന നാമം പേർഷ്യക്കാർ ഹിന്ദു എന്നാക്കി മാറ്റി, ഗ്രീക്കുകാർ അതിനെ ഇൻഡസ് എന്നാക്കി മാറ്റി. ഇന്ത്യ രാജ്യവും മറ്റു പല പരിഷ്കൃത രാജ്യങ്ങളെ പോലെ ശിലായുഗവും ലോഹയുഗവും കടന്നുപോയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ പഞ്ചാബിലും ദക്ഷിണേന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്. ശിലായുഗത്തിലെ മനുഷ്യവർഗം ഭാരതത്തിൽ അനേകായിരം കൊല്ലം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ അവർ എപ്പോൾ എങ്ങനെയാണ് നാമാവശേഷമായതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചെറിയ സമൂഹങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നതെന്നും ഒരിടത്തും സ്ഥിരതാമസമില്ലാത്ത സഞ്ചാരി വർഗമായിരുന്നുവെന്നും അവർക്ക് കൃഷിപ്പണി അറിഞ്ഞുകൂടായിരുന്നുവെന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BC 10,000 ശേഷമാണ് നവീന ശിലായുഗം ഇന്ത്യയിൽ ആരംഭിച്ചത്. ഈ ശിലായുഗത്തിലെ മനുഷ്യർ ആഹാരത്തിന് ഉപയുക്തമായ ധാന്യങ്ങൾ കൃഷി ചെയ്യുകയും കാട്ടുമൃഗങ്ങളെ മെരുക്കിയെടുക്കുകയും വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുകയും പാത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. മൃതശരീരം സംസ്കരിക്കുന്ന സമ്പ്രദായം അവരുടെ ഇടയിൽ നിലവിൽ വന്നു. നവീന ശിലായുഗ നാഗരികത ഭാരതത്തിൽ പലയിടത്തും വളരെ നാൾ നീണ്ടു നിന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഇന്നത്തെ ഗിരിവർഗക്കാരിൽ പലരും നവീന ശിലായുഗ നാഗരികതയുടെ പ്രതിനിധികളാണ്. നവീന ശിലായുഗത്തെ തുടർന്നു വന്ന ലോഹയുഗം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും 2 തരത്തിലാണ് പുരോഗമിച്ചത്. വടക്കേ ഇന്ത്യയിൽ ആദ്യം താമ്രയുഗവും അതിനു പിന്നാലെ ആയസയുഗവുമാണ് ഉണ്ടായത്. തെക്കേ ഇന്ത്യയിലാവട്ടെ നവീന ശിലായുഗത്തിന് തൊട്ടു പിന്നാലെ ആയസയുഗം ആരംഭിച്ചു. ഏതായാലും സാവധാനത്തിലാണ് നവീന ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള സംക്രമണം നടന്നത്. ഈ പരിവർത്തന ദശയിൽ പരിഷ്കാരത്തിന് അഭൂതപൂർവമായ പുരോഗതി ഉണ്ടായി. ഈ കാലഘട്ടത്തിലേതെന്ന് അനുമാനിക്കപ്പെടുന്ന പല വിശിഷ്ട വസ്തുക്കളും ലഭ്യമായിട്ടുള്ളതിൽ നിന്ന് ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂറ്റൻ കരിങ്കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശവകുടീരങ്ങൾ, മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള മിനുസമേറിയ ഭരണികൾ, ഓടുകൊണ്ടുണ്ടാക്കിയ മനോഹരമായ ആഭരണങ്ങൾ, മഹിഷങ്ങൾ മുതലായ മൃഗങ്ങളുടെ സജീവ ചിത്രങ്ങൾ എന്നിങ്ങനെ പലതും ഈ പരിവർത്തന ദശയിലെ പരിഷ്കാരത്തിൻ്റെ ചിഹ്നങ്ങളായിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇനി സിന്ധു നദീതട നാഗരികതയെക്കുറിച്ച് നോക്കാം. ഭാരതത്തിൽ നാഗരികതയുടെ തുടക്കം കുറിച്ചത് ആര്യന്മാരാണെന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള ധാരണ. അതായത് 1922 വരെയുള്ള നമ്മുടെ ധാരണ അങ്ങനെയായിരുന്നു. എന്നാൽ പഞ്ചാബിലെ ഹാരപ്പയിലും സിന്ധിലെ മോഹൻജദാരയിൽ നിന്ന് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് കണ്ടുകിട്ടിയ പുരാവസ്തുക്കൾ ഈ ധാരണ തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പുരാതന ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലെയും സംസ്കാരങ്ങളോടൊപ്പം ആ കാലത്തോളം പഴക്കമുള്ള ഒരു വിശിഷ്ട സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളായ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഹാരപ്പയിലും മോഹൻജദാരയിലും നടത്തിയ ഭൂഗർഭ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് കണ്ടെടുക്കാൻ കഴിഞ്ഞു. BC 2000-നും 1500-നും ഇടയിലാണ് ആര്യന്മാർ ഇന്ത്യയിൽ കുടിയേറി പാർത്തത്. ഹാരപ്പയിലും മോഹൻജദാരയിലും കണ്ടെടുത്തിട്ടുള്ള നാഗരികതയ്ക്ക് 5000 കൊല്ലത്തിൽ കുറയാത്ത പഴക്കമുണ്ട്. ഈ നാഗരികത ദ്രാവിഡ നാഗരികതയാണെന്ന് ഇതുവരെ ലഭിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ കൊണ്ട് അനുമാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാഗരികത സിന്ധു നദീതട നാഗരികത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫലഭൂഷ്ടമായ സിന്ധു നദീതടത്തിൽ തഴച്ചു വളർന്ന നാഗരികതയായിരുന്നു ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അടുത്ത കാലത്തെ ഗവേഷണങ്ങൾ ഈ നാഗരികത സിന്ധു നദീതടത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ല എന്നും അത് ഗുജറാത്ത് വരെയും വ്യാപിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. സിന്ധു നദീതട നാഗരികത പ്രായേണ ഒരു നഗര നാഗരികത ആയിരുന്നു എന്ന് പറയാം. ഹാരപ്പയും മോഹൻജദാരോയും BC 3000-നടുത്ത്, അതായത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് അഭിവൃദ്ധി പ്രാപിച്ച പട്ടണങ്ങളായിരുന്നു. 2 പട്ടണങ്ങളും ഏതാണ്ട് ഒരേ സംവിധാനത്തിൽ നിർമ്മിക്കപ്പെട്ടവയായിരുന്നു.
ഒന്നിലധികം നിലകളും മനോഹരമായ വാതായനങ്ങളും ജനലുകളും മറ്റുമുള്ള മന്ദിരങ്ങൾ ഇക്കാലത്ത് നിർമ്മിച്ചിരുന്നു. അഴുക്കുവെള്ളം പുറത്തേക്ക് പോകുവാൻ പ്രത്യേകം ഏർപ്പാടുകളോട് കൂടിയ കുളിമുറികൾ ഈ മന്ദിരത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരുന്നു. പട്ടണങ്ങൾ ഭരിക്കാൻ മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്നതായി ചരിത്ര ലക്ഷ്യങ്ങളുണ്ട്. നഗരവാസികളിൽ പല സമ്പന്ന കുടുംബങ്ങളും ഉണ്ടായിരുന്നു. സിന്ധു നദീതട നാഗരികതയിലെ കൃഷിയും കച്ചവടവും വളരെ അഭിവൃദ്ധിപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാണ്. കച്ചവടക്കാർക്ക് സുമേറിയന്മാരുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കൃഷിക്കാരിൽ നിന്നും കരമായി പിരിച്ചെടുത്ത ധാന്യങ്ങൾ സംഭരിക്കാൻ നഗരങ്ങളിൽ പ്രത്യേകം അറകൾ നിർമ്മിച്ചിരുന്നു. പ്രധാന ധാന്യങ്ങൾ ഗോതമ്പ്, ബാർലി, പയറ്, എള്ള് എന്നിവയായിരുന്നു. നെൽകൃഷി അന്ന് നടപ്പിലുണ്ടായിരുന്നതായി തെളിവില്ല. എന്നാൽ പഞ്ഞിക്കൃഷി ധാരാളം ഉണ്ടായിരുന്നു. പഞ്ഞി കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി, പുറമേ അത് അന്യരാജ്യങ്ങളിലേക്ക് കയറ്റിയിരുന്നതായിട്ടും തെളിവുകളുണ്ട്. കന്നുകാലി, പോത്ത്, കോലാട്, ചെമ്മരിയാട്, പന്നി, കഴുത, നായ, കോഴി എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട വീട്ടുമൃഗങ്ങൾ. സിന്ധു നദീതടത്തിലെ ജനങ്ങൾ ചെമ്പുകൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇരുമ്പായുധങ്ങൾ അക്കാലത്ത് പ്രയോഗത്തിൽ വന്നതായി തെളിവില്ല. ഹാരപ്പ നിവാസികൾക്ക് മരപ്പണിയിൽ അസാമാന്യമായ നൈപുണ്യമുണ്ടായിരുന്നു. സിന്ധു നദീതട നിവാസികൾക്ക് നവീനങ്ങളായ പല സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നതായിട്ട് കാണാൻ കഴിയും. പുരുഷന്മാർ ക്ഷൗരക്കത്തിയും സ്ത്രീകൾ സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ കമനീയമായ കൈവളകളും കർണാഭരണങ്ങളും സ്ത്രീകളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കുശവന്റെ മൺപാത്ര നിർമ്മാണ ചക്രം ഇക്കാലത്താണ് കണ്ടുപിടിക്കപ്പെട്ടത്. ആകൃതിയിൽ വലിപ്പം കുറഞ്ഞ കലാശില്പങ്ങളുടെ സൃഷ്ടിയിൽ സിന്ധു നദീതടത്തിലെ കലാകാരന്മാർക്ക് പ്രത്യേക പ്രാവീണ്യമുണ്ടായിരുന്നു. അവർ മൊട്ടുസൂചിയുടെ അറ്റത്തും ജപമാലകളുടെ കുരുക്കുകളിലും മറ്റും കുരങ്ങ്, അണ്ണൻ മുതലായ ജന്തുക്കളുടെ അതിസൂക്ഷ്മമായ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കാൻ അവർ സമർത്ഥരായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി കളിമണ്ണിൽ ചുട്ടെടുത്ത കളിക്കോപ്പുകളിൽ പ്രകടമായിരുന്ന കലാവൈഭവം ആധുനിക കലാകാരന്മാരെ പോലും അത്ഭുത പരതന്ത്രരാക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. ഇനി അവരുടെ മതത്തെക്കുറിച്ച് നോക്കുമ്പോൾ സിന്ധു നാഗരികത കാലത്തെ മതം പിൽക്കാലത്ത് നിലവിൽ വന്ന ഹിന്ദു മതത്തിന് മുൻഗാമിയായിരുന്നു. മാതൃദേവതയായിരുന്നു പ്രധാന ആരാധനാമൂർത്തി. ഇതുകൂടാതെ 3 മുഖങ്ങളോടുകൂടിയ ഒരു പുരുഷ ദേവനുമുണ്ടായിരുന്നു. പിൽക്കാലത്തെ ഹിന്ദു മതത്തിൽ പശുപതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശിവന്റെ മുൻഗാമിയായിരുന്നു ഈ ദേവൻ. ഇതിനു പുറമെ ഋഷഭം മുതലായ മൃഗങ്ങളും ആൽമരം തുടങ്ങിയ വൃക്ഷങ്ങളും ഇക്കാലത്ത് ദിവ്യമായി ആരാധിക്കപ്പെട്ടിരുന്നു. മൃതദേഹത്തെ നിവർത്തിക്കിടത്തി മൺപാത്രങ്ങളും ശരീരാഭരണങ്ങളും സമീപത്ത് വെച്ചായിരുന്നു അന്നത്തെ ശവസംസ്കാര രീതി ഉണ്ടായിരുന്നത്. 1946 ഹാരപ്പയിൽ നിന്ന് കുഴിച്ചെടുത്ത ചരിത്ര അവശിഷ്ടങ്ങളിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സിന്ധു നദീതടത്തിലെ ജനങ്ങൾക്ക് അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നു. 270 ലിപികളുള്ള ഒരു അക്ഷരമാല അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു. ലിപികൾ ചിത്രങ്ങളും ചിഹ്നങ്ങളും കൂടിക്കലർന്നവയായിരുന്നു. അവ വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. അവർക്ക് മതപരമായ ഇതിഹാസങ്ങൾ അടങ്ങിയ ഒരു സാഹിത്യമുണ്ടായിരുന്നു. പൊതുവെ പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനാംശങ്ങൾ പലതും സിന്ധു നദീതട സംസ്കാരത്തിൽ ദൃശ്യമായിരുന്നു. ഈ സംസ്കാരം എങ്ങനെയാണ് അപ്രത്യക്ഷമായതിന് വ്യക്തമായ തെളിവുകളില്ല. നദിയുടെ ഗതിവിഭ്രംശം, പ്രളയം മുതലായ പ്രകൃതിക്ഷോഭങ്ങളും വിദേശീയന്മാരായ ആര്യന്മാരുടെ ആക്രമണവും ഈ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു. ഇനി ആര്യ നാഗരികതയും വേദകാലവും. വെളുത്ത നിറവും ഉയരം കൂടിയ ശരീരവുമുള്ള ഒരു വർഗമായിരുന്നു ആര്യന്മാർ. അവർ പൊതുവെ സമരപ്രിയക്കാരായിരുന്നു. ഈ കൂട്ടർ ഒരിടത്തും അധികകാലം തങ്ങുന്ന പ്രകൃതക്കാരായിരുന്നില്ല. അവരുടെ ആദിമ വാസസ്ഥലങ്ങളായിരുന്നു മധ്യേഷ്യ. അവിടെ നിന്ന് പുത്തൻ ശാദ്വല ഭൂമികൾ അന്വേഷിച്ച് അവർ സംഘങ്ങളായി തിരിഞ്ഞ് പല ദിക്കുകളിലേക്ക് പ്രയാണം ചെയ്യാൻ തുടങ്ങി. ഒരു കൂട്ടർ യൂറോപ്പിൽ പ്രവേശിച്ച് അവിടെ താമസമുറപ്പിച്ചു. അവരുടെ സന്താന പരമ്പരകളാണ് ഗ്രീക്കുകാർ, റോമക്കാർ, ലത്തീൻകാർ, കെൽറ്റ് വർഗ്ഗക്കാർ എന്നിവർ. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കാണപ്പെടുന്ന ഈ ജനവിഭാഗങ്ങൾ ആര്യന്മാരുടെ പിൻഗാമികളാണ്. ആര്യന്മാരുടെ ഒരു ശാഖ തെക്കോട്ട് സഞ്ചരിച്ച് കോക്കസസ്, ഐറേനിയൻ പീഠഭൂമി എന്നീ പ്രദേശങ്ങളിൽ കൂടി
ബാബിലോണിയയിൽ പ്രവേശിച്ചു. മറ്റൊരു ശാഖ ഭാരതത്തിലേക്കും കടന്നു. ഇവരാണ് ഇൻഡോ ആര്യന്മാർ എന്നറിയപ്പെടുന്നത്. ആര്യന്മാർ ഇന്ത്യയിൽ വന്നത് പല ഗോത്രങ്ങളായി പല നൂറ്റാണ്ടുകളായിട്ടാണ്. ആദ്യം അവർ പഞ്ചാബ് ആക്രമിച്ച് അവിടുത്തെ പൂർവ്വനിവാസികളായ ദ്രാവിഡരെ കീഴടക്കി. അവിടെ നിന്ന് അവർ കിഴക്കോട്ട് നീങ്ങി ഗംഗാ സമതല പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തു. അവർ നാട്ടുകാരായ ദ്രാവിഡരെ കീഴടക്കി അടിമകളാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു. ഹാരപ്പയിലെയും മോഹൻജദാരയിലെയും നഗര സംസ്കാരം ആര്യന്മാരുടെ കയ്യേറ്റത്തിന് ശരവ്യമായി നിശേഷം നശിച്ചു പോയെന്ന് തന്നെ പറയാം. സിന്ധും പഞ്ചാബും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുടെ നാടായി തീർന്നു. കാലാന്തരങ്ങളിൽ വെള്ളക്കാരായ ആര്യന്മാരും കറുത്ത നിറക്കാരായ ദ്രാവിഡരും കൂടിച്ചേർന്ന് ഒരു സങ്കരവർഗം സംജാതമായി. ആധുനിക ഭാരതീയർ ഒട്ടുമുക്കാലും ഈ വർഗക്കാരാണ്. മനോഹരമായ ഒരു നാഗരികതയാണ് ആര്യന്മാർ ഭാരതത്തിന് സമ്മാനിച്ചത്. സിന്ധു നദിയുടെ ശാഖകളായ സത്ലജ് അഥവാ ശതദ്രി, റാവി അഥവാ പരുഷ്ണി എന്നീ നദികളുടെ ഇടയിലുള്ള സമതലത്തിലാണ് അവർ ആദ്യമായി വാസമുറപ്പിച്ചത്. ഈ സ്ഥലത്തിന് ബ്രഹ്മവർത്തം എന്ന പേര് വന്നു. അവിടെ താമസിച്ചിരുന്ന ആര്യന്മാരുടെ പുരോഹിതന്മാർ വിരചിച്ച സ്തോത്രങ്ങൾ വിസ്മൃതിയിലാണ്ടു പോകാതെ ഓരോ തലമുറയും പിൻതലമുറയ്ക്ക് വാമൊഴികളായി പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. ഈ സ്തോത്രങ്ങളുടെ സമാഹാരമാണ് ഋഗ്വേദം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഋഗ്വേദത്തിൻ്റെ അനുബന്ധ കാലക്രമത്തിൽ യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ മറ്റു വേദങ്ങളുമുണ്ടായി. ഋഗ്വേദകാലം BC 1500 മുതൽ 1000 വരെയും മറ്റു വേദങ്ങളുടെ കാലം 1000 മുതൽ 800 വരെയുമാണെന്ന് ഊഹിക്കപ്പെടുന്നു. BC 800 മുതൽ 600 വരെയുള്ള കാലം ബ്രാഹ്മണ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നു. ബ്രാഹ്മണങ്ങൾ യാഗങ്ങളെയും മറ്റു മതകർമ്മങ്ങളെയും വിശദീകരിക്കുന്ന പ്രമാണങ്ങളാണ്. മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢ വ്യാപാരങ്ങളെ അപഗ്രഥനം ചെയ്യുന്ന അഗാധമായ തത്വചിന്തയുടെ ആവിഷ്കരണമാണ് ഉപനിഷത്തുകൾ. ഇവ ബ്രാഹ്മണങ്ങളുടെ ഒരു ഭാഗമാണ്. ഋഗ്വേദകാല നാഗരികത ഉജ്ജ്വലമായ ഒരു നാഗരികതയായിരുന്നു. ദ്രാവിഡരുടെയും ആര്യന്മാരുടെയും ഭാഷ, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയുടെ ഒരു പരസ്പര സമ്മേളനം ഈ നാഗരികതയിൽ ദൃശ്യമാണ്. ആര്യന്മാർ ഗണങ്ങളും ഗോത്രങ്ങളുമായി സംഘടിപ്പിക്കപ്പെട്ട സമുദായങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. പല കുടുംബങ്ങൾ കൂടിയതായിരുന്നു ഗണം. പല ഗണങ്ങൾ ചേർന്നതായിരുന്നു ഗോത്രം. ഗോത്രത്തലവനെ രാജാവെന്ന് വിളിച്ചിരുന്നു. രാജാവിനെ ഉപദേശിക്കാൻ സഭ, സമിതി എന്നീ ഗോത്ര സംഘടനകളുണ്ടായിരുന്നു. ആര്യന്മാരുടെ രാഷ്ട്രീയ ഘടനയിൽ പുരോഹിതന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. സമാധാന കാലത്ത് സമൃദ്ധിക്ക് വേണ്ടിയും യുദ്ധകാലത്ത് വിജയത്തിനു വേണ്ടിയും യാഗകർമ്മങ്ങൾ ചെയ്തിരുന്നു. പുരോഹിതനായിരുന്നു ഈ കർമ്മങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് സങ്കീർണങ്ങളായ മതാനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും സങ്കേതമായി തീർന്ന ഹിന്ദുമതത്തെ അപേക്ഷിച്ച് അത്യന്തം ലളിത സുന്ദരമായ ഒന്നായിരുന്നു ഋഗ്വേദമതം. ഋഗ്വേദകാലത്ത് ആര്യന്മാർ അഗ്നി, ഉഷസ്, ഇന്ദ്രൻ മുതലായ പ്രകൃതി ദേവതകളെ ആരാധിച്ചിരുന്നു. അവർ ബഹുദൈവ ആരാധകരായിരുന്നുവെങ്കിലും ഈ ദേവഗണത്തിനെല്ലാം ഉപരിയായി പ്രപഞ്ചാധിപതിയായ ഒരു മഹാശക്തി ഉള്ളതായും അവർ വിശ്വസിച്ചിരുന്നു. ഋഗ്വേദകാലത്തെ ആദിമദശയിലെ സമുദായം ജാതിരഹിത സമുദായമായിരുന്നു. എന്നാൽ പ്രസ്തുത കാലഘട്ടത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ വർണ്ണാശ്രമത്തിൽ അധിഷ്ഠിതമായ ജാതി വ്യത്യാസം പതുക്കെ വളർന്നു വരാൻ തുടങ്ങി. അതനുസരിച്ച് സമുദായം ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 ജാതികളായിട്ട് വിഭജിക്കപ്പെട്ടു. ഇന്ത്യയിലെ ജാതി വ്യത്യാസത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ്. കുടുംബമായിരുന്നു സാമൂഹിക ജീവിതത്തിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ. അനേകം കുടുംബങ്ങൾ കൂടിയതായിരുന്നു ഒരു ഗ്രാമം. ആര്യന്മാർ നഗരവാസികളല്ല, ഗ്രാമവാസികളായിരുന്നു. പിതാവായിരുന്നു കുടുംബനാഥൻ. ഏകഭാര്യത്വമാണ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത്. സ്ത്രീക്ക് സമുദായത്തിൽ ബഹുമാന്യമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ പ്രധാന തൊഴിൽ കന്നുകാലി മേയ്ക്കലും കാർഷിക വൃത്തിയുമായിരുന്നു. കന്നുകാലിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സമ്പത്ത്. നാണയത്തിൻ്റെ സ്ഥാനം വഹിച്ചിരുന്നതും കന്നുകാലികളായിരുന്നു. പശു, കുതിര, ചെമ്മരിയാട്, കോലാട് എന്നിവയായിരുന്നു പ്രധാന വീട്ടുമൃഗങ്ങൾ. മദ്യപാനാസക്തരായിരുന്ന അന്നത്തെ ആര്യന്മാർക്ക് സോമ, സുര എന്നീ മദ്യങ്ങൾ വളരെ ഹൃദ്യമായിരുന്നു. സംഗീതം, ചൂതുകളി എന്നിവയിലും അവർക്ക് പ്രത്യേകം പ്രതിപത്തി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ സാങ്കേതിക ജ്ഞാനമുള്ളവർ വളരെ പേരുണ്ടായിരുന്നു.
ഹാരപ്പ നാഗരികതയിൽ നിലവിലുണ്ടായിരുന്ന ഉപകരണങ്ങളെക്കാൾ മേന്മേറിയ പല ഉപകരണങ്ങളും ഓടുകൊണ്ട് നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒന്നാന്തരം മരപ്പണിക്കാരും രഥനിർമ്മാതാക്കളും അവരുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ അവർ ഇരുമ്പ് ഉപയോഗിച്ചതായിട്ട് തെളിവുകൾ ലഭ്യമല്ല. ഇനി ഉത്തരവേദകാലത്തെ ആര്യ നാഗരികത എങ്ങനെയുള്ളതായിരുന്നു നോക്കാം. BC 1000 മുതൽ 700 വരെയുള്ള കാലഘട്ടമാണ് ഉത്തരവേദ കാലഘട്ടം അഥവാ ലേറ്റർ വേദിക് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ആര്യന്മാർ ഉത്തരേന്ത്യയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും അധീനപ്പെടുത്തി അവിടങ്ങളിൽ വാസമുറപ്പിക്കുകയുണ്ടായി. ഇതോടുകൂടി ആര്യന്മാരും രാഷ്ട്രീയ ശക്തിയും സംസ്കാരവും സിന്ധു നദീതീര പ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമുദ്രത്തിലേക്ക് വ്യാപിച്ചു. തൽഫലമായി പല പുതിയ രാഷ്ട്രങ്ങളും ഉദിച്ചു വന്നു. അവയിൽ പ്രധാനം കൗരവരാജ്യമായ ഹസ്തിനപുരം, യക്ഷാഗുരാജ്യമായ കോസലം, ബൃഹദ്രഥ രാജ്യമായ മഗധം, ഇന്ന് ബംഗാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ പ്രാന്തപ്രദേശത്തിലെ രാജ്യമായ അംഗം എന്നിവയായിരുന്നു. ഈ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ അധികാരത്തിനു വേണ്ടി പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നു. കാലക്രമത്തിൽ ജനകീയ സമിതികൾ അപ്രധാനങ്ങളായി തീരുകയും രാജാവിൻ്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ പുരോഹിതനും ആചാരവും രാജാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന രണ്ട് ശക്തികളായിരുന്നു. ഈ ഘട്ടത്തിൽ ജാതി വ്യത്യാസത്തിന് കൂടുതൽ കെട്ടുറപ്പുണ്ടാവുകയും അതിനാൽ സമുദായ വ്യവസ്ഥിതികൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. എന്നിരുന്നാലും പിൽക്കാലത്തുണ്ടായ പോലെ ജാതി സ്പർദ്ധ വളരെ രൂക്ഷമായിരുന്നില്ല. വിവിധ ജാതികൾ തമ്മിൽ മിശ്രവിവാഹവും നടപ്പിലുണ്ടായിരുന്നു. സാമൂഹിക ഘടനയിൽ സ്ത്രീകളുടെ സ്ഥാനത്തിന് കോട്ടം തട്ടിയ ഒരു കാലമായിരുന്നു ഇത്. ദ്വിഭാര്യത്വം ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രഭുക്കന്മാരുടെ ഇടയിൽ സുലഭമായി തീർന്നു. ഈ കാലഘട്ടത്തിലും കൃഷിയായിരുന്നു ആര്യന്മാരുടെ പ്രധാന ഉപജീവന മാർഗം. എന്നാൽ കൃഷി സമ്പ്രദായത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. ഗോതമ്പും നെല്ലുമാണ് പ്രധാനമായി കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് പുറമെ പല പുതിയ തൊഴിലുകളും അഭിവൃദ്ധി പ്രാപിച്ചു. ആഭരണ നിർമ്മാണം, ലോഹവേലകൾ, തുണിനെയ്ത്ത്, കുട്ടനെയ്ത്ത്, കയറുപിരിക്കൽ, ചായപ്പണി, മരപ്പണി, മൺപാത്ര നിർമ്മാണം എന്നിവയായിരുന്നു അവയിൽ പ്രധാനം. ഇക്കാലത്ത് ഹൂണ്ടിക വ്യാപാരികളും കച്ചവടക്കാരും ജ്യോത്സ്യന്മാരും വീണ വായനക്കാരും നർത്തകരും സുലഭമായിരുന്നു. പൂർവ്വവേദകാലത്ത് ഗ്രാമീണ ജീവിതത്തിനായിരുന്നെങ്കിൽ ഉത്തരവേദകാലത്ത് പട്ടണ ജീവിതത്തിനായിരുന്നു പ്രാധാന്യം. നാണയത്തിൻ്റെ ഉപയോഗം പ്രചാരത്തിലായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. തകരം, വെള്ളി, ഈയം മുതലായ ലോഹങ്ങൾ സാധാരണയായി ഉപയോഗിച്ചു വന്നു. ഇരുമ്പിൻ്റെ ഉപയോഗവും ഇക്കാലഘട്ടത്തിൽ അജ്ഞാതമായിരുന്നില്ല. മനുഷ്യൻ്റെ ഉപയോഗത്തിനു വേണ്ടി ആനയെ മെരുക്കിയെടുക്കാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ഉത്തരവേദകാലത്തെ മതം ആചാരാനുഷ്ഠാനങ്ങളുടെ കെട്ടുപാടിൽ അമർന്നിരുന്നു. പുരോഹിതന് സമുദായത്തിൽ വലിയ സ്ഥാനവും സ്വാധീനവും ഉണ്ടായിരുന്നു. രുദ്രനും വിഷ്ണുവുമായിരുന്നു പ്രധാന ദൈവങ്ങൾ. എന്നാൽ സർപ്പാരാധനയും വൃക്ഷാരാധനയും പരിപൂർണമായി നിലച്ചിരുന്നില്ല. ഉത്തരവേദകാലത്തെ പല രീതിയിലും ആധുനിക ഹിന്ദുമതത്തിന് അടിസ്ഥാനമായിട്ടുണ്ടെന്ന് പറയാം. ഇനി ബുദ്ധമതവും ജൈനമതവുമാണ്. BC 6-ാം ശതകം പലതുകൊണ്ടും ലോകചരിത്രത്തിൽ അതിപ്രധാനമായൊരു കാലഘട്ടമായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ട് ആധ്യാത്മിക മണ്ഡലത്തിൽ അതിമഹത്തായ വിപ്ലവങ്ങൾ ഉളവാക്കിയ ഒരു നവയുഗത്തിൻ്റെ പിറവിയെ കുറിക്കുന്നു. ബുദ്ധിപരമായും മതപരമായും വലിയ കോളിളക്കം സൃഷ്ടിച്ച കാലഘട്ടമായിരുന്നു. ഈ കോളിളക്കത്തിൽ ഉദയം ചെയ്തതാണ് ബുദ്ധമതവും ജൈനമതവും. ബ്രാഹ്മണമതം ബാഹ്യമായ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിൻ്റെ കെട്ടുപാടിൽ കുടുങ്ങി തുലോം അധപതിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ രണ്ട് മതങ്ങളുടെ ആവിർഭാവം. ജാതി വ്യത്യാസവും തജന്യമായ അനീതികളും അസമത്വവും ഹൈന്ദവ സമുദായത്തെ മലീമസമാക്കുകയും അസമത്വങ്ങൾ അനുഭവിച്ചിരുന്ന വമ്പിച്ച ജനവിഭാഗത്തിൻ്റെ ഇടയിൽ അസംതൃപ്തി ഉളവാക്കുകയും ചെയ്തിരുന്നു. ബ്രാഹ്മണമതത്തിൻ്റെ സങ്കുചിതത്തിൻ്റെയും ജാതീയമായ അസമത്വങ്ങളുടെയും നേർക്കുള്ള വെല്ലുവിളിയായിട്ടാണ് ബുദ്ധമതവും ജൈനമതവും ഉയർന്നു വന്നത്. ഇനി ബുദ്ധമതത്തെക്കുറിച്ച് നോക്കാം. ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം. അദ്ദേഹം ഹിമാലയ പർവ്വതത്തിൻ്റെ അടിവശത്ത് ശാക്യവംശ രാജാവായ ശുദ്ധോധനൻ്റെ പുത്രനായി കപിലവസ്തുവിനടുത്ത് ലുംബിനി എന്ന സ്ഥലത്ത് BC 563 ജനിച്ചു. അദ്ദേഹം 30-ാമത്തെ വയസ്സിൽ സകല സുഖഭോഗങ്ങളും ത്യജിച്ച് മനുഷ്യ ദുഃഖത്തിൻ്റെ കാരണവും നിവാരണവും അന്വേഷിച്ച് പുറപ്പെട്ടു. ബുദ്ധൻ അനേക വർഷം പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇങ്ങനെ അവധൂതനായി ചുറ്റിത്തിരിയുന്നതിനിടയിൽ ഹിന്ദു സന്യാസികളുടെ യോഗാഭ്യാസം പരിശീലിച്ചു. ഒടുവിൽ ബീഹാറിൽ ഗയ എന്ന സ്ഥലത്ത് ഒരു അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുകയും 49 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരമസത്യത്തിൻ്റെ വെളിച്ചം ലഭിച്ചതായി ബോധ്യപ്പെടുകയും ചെയ്തു.
അങ്ങനെ ബോധം ലഭിച്ചവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് ബുദ്ധൻ എന്ന പേര് ലഭിച്ചു. ഇതുമുതൽ നിര്യാണം വരെ തൻ്റെ ആധ്യാത്മിക തത്വങ്ങളിൽ ശിഷ്യന്മാർക്ക് ഉത്ബോധനം നൽകി. 80-ാമത്തെ വയസ്സിൽ കുശിനഗരത്തിൽ വെച്ചാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. അദ്ദേഹം സ്ഥാപിച്ച ബുദ്ധമതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ താഴെ പറയുന്നവയാണ്. മനുഷ്യരുടെ ദുരിതങ്ങളുടെ ഉത്ഭവം മോഹങ്ങളിൽ നിന്നാണ്. മോഹത്തെ നിശേഷം നശിപ്പിച്ചാൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥവും ശാശ്വതവുമായ ആനന്ദം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഈ ആനന്ദത്തിന് ബുദ്ധൻ നൽകിയ പേര് നിർവ്വാണം എന്നായിരുന്നു. ബുദ്ധൻ ജാതി വ്യത്യാസത്തെയും വേദശാസിതങ്ങളായ ബാഹ്യചടങ്ങുകളെയും അപലപിച്ചു. ബുദ്ധമതം പുനർജന്മ വിശ്വാസത്തെ അംഗീകരിച്ചിരുന്നു. നിർവ്വാണപ്രാപ്തി കൊണ്ട് മാത്രമേ ജന്മമരണങ്ങളുടെ ചങ്ങലയിൽ നിന്ന് വിമുക്തമാക്കാൻ സാധിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അദ്ദേഹം ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ അനുകൂലിയല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ബുദ്ധമത വിശ്വാസികൾ ഒരു ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. അഹിംസാ സിദ്ധാന്തം ബുദ്ധമതത്തിൻ്റെ ഒരു പ്രധാന തത്വമായിരുന്നു. കർമ്മ സിദ്ധാന്തമായിരുന്നു മറ്റൊന്ന്. മനുഷ്യൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവൻ തന്നെ അനുഭവിക്കണമെന്നതായിരുന്നു ഈ തത്വത്തിൻ്റെ സാരം. ബുദ്ധമതം ഇന്ത്യയിൽ പല ഭാഗത്തും ദ്രുതഗതിയിൽ പ്രചരിച്ചു. കാലക്രമത്തിൽ അതൊരു ലോകമതമായി വളർന്നു. ഇന്ത്യയിൽ നാനാഭാഗങ്ങളിൽ മാത്രമല്ല, സിലോണിലും ബുദ്ധമതം പ്രചരിപ്പിക്കാൻ പ്രധാനമായി പ്രവർത്തിച്ചത് മഹാനായ അശോക ചക്രവർത്തിയായിരുന്നു. പിൽക്കാലത്ത് കനിഷ്കൻ, ഹർഷൻ മുതലായ ചക്രവർത്തിമാരുടെ സഹായത്തോടെ ബുദ്ധമതം ചൈന, ജപ്പാൻ, ദക്ഷിണ പൂർവേഷ്യ മുതലായ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഭാരതീയ സംസ്കാരത്തിന് ബുദ്ധമതം മൂലമുണ്ടായിട്ടുള്ള നേട്ടം അമൂല്യമാണ്. ഭാരതീയ കലകളിൽ, പ്രത്യേകിച്ച് വാസ്തുശില്പം, കൊത്തുപണി എന്നിവയിൽ ബുദ്ധമതം നൽകിയ സംഭാവനകൾ അളവറ്റതാണ്. ഭാരതീയ ഭാഷകളുടെ വികസനത്തിന് ബുദ്ധമതം ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. ബുദ്ധമതം സാമാന്യ ജനങ്ങളുടെ മാതൃഭാഷയിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് പ്രചാരണം നടത്തിയിരുന്നത്. ഇതിനെല്ലാം ഉപരിയായി ജാതി വ്യത്യാസം നശിപ്പിക്കാൻ ബുദ്ധമതം ശക്തമായൊരു പ്രസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നു. സർവ്വസാഹോദര്യത്തിൻ്റെ മതമായ ബുദ്ധമതത്തിൽ ജാതി ചിന്തകൾക്ക് അശേഷം സ്ഥാനമുണ്ടായിരുന്നില്ല. കാലാന്തരത്തിൽ ബുദ്ധമതം ഇന്ത്യയിൽ അധപതിക്കാനിടയായി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബുദ്ധമതത്തിൻ്റെ ചാരിത്രശുദ്ധി നശിക്കാനിടയായതാണ്. മതതത്വ സംഹിതയിൽ അന്യപദാർത്ഥങ്ങൾ പ്രവേശിച്ച് അതിൻ്റെ ആദിമവിശുദ്ധിയിൽ കളങ്കം വരുത്തി തുടങ്ങി. അതിനുള്ളിൽ ക്രമേണ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ഥാനം പിടിച്ചു. മതസംഘടനയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര ഭിന്നതയാണ് അധപതനത്തിൻ്റെ കാരണങ്ങളിൽ മറ്റൊന്ന്. ബുദ്ധമത സംഘടനയിൽ ഹീനയാനം, മഹായാനം എന്നിങ്ങനെ 2 ചേരികൾ വളരാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ ഹിന്ദുമതം ശ്രീ ശങ്കരാചാര്യരുടെയും മറ്റും നേതൃത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. ഇത് ബുദ്ധമതത്തിന് കനത്ത പ്രഹരമായിരുന്നു. ക്രിസ്താബ്ദം 6-ാം ശതകത്തിൽ ഹൂണന്മാരുടെയും 12-13 ശതകങ്ങളിൽ മുസ്ലിങ്ങളുടെയും ആക്രമണം ബുദ്ധമതത്തിൻ്റെ വളർച്ച നിലയ്ക്കാനിടയാക്കിയ സംഭവങ്ങളിലൊന്നാണ്. ആക്രമണത്തിൽ പല ബുദ്ധമത കേന്ദ്രങ്ങളും തകരുകയുണ്ടായി. ഇനി ജൈനമതത്തെക്കുറിച്ച് നോക്കാം. ജൈനമതത്തിൻ്റെ സ്ഥാപകന് വർദ്ധമാന മഹാവീരൻ എന്ന മഹാത്മാവായിരുന്നു. അദ്ദേഹം ഏകദേശം BC 540 വിദേഹ രാജ്യത്തിലെ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചു. വൈശാലിയിലെ ലിച്ചാവി വർഗത്തോട് ബന്ധപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഗൗതമ ബുദ്ധനെ പോലെ തന്നെ ചെറുപ്പത്തിൽ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിച്ചിരുന്ന മഹാവീരൻ 30-ാമത്തെ വയസ്സിൽ ലൗകിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് സന്യാസ ജീവിതം സ്വീകരിച്ചു. സ്വയം ദേഹദണ്ഡങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് 20 സംവത്സരക്കാലം അദ്ദേഹം അവധൂതനായി അലഞ്ഞുതിരിഞ്ഞു. മഹാവീരൻ തൻ്റെ അന്ത്യകാലത്ത് പരിപൂർണ ദിഗംബരനായി വർത്തിച്ചു. സന്യാസവൃത്തി സ്വീകരിച്ച് 18 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഉൾപ്രകാശം ലഭിച്ചതായി ബോധ്യപ്പെട്ടു. അങ്ങനെ മഹാവീരൻ അഥവാ ജിനൻ, ജേതാവ് എന്ന പേരിന് അർഹനാവുകയും ചെയ്തു. ക്രമേണ അദ്ദേഹത്തിന് അനേകായിരം ശിഷ്യന്മാർ ഉണ്ടാവുകയും 30 കൊല്ലത്തിലധികം കാലം ഗംഗാസമുദ്രത്തിലെ രാജ്യങ്ങളിൽ ജൈനമത തത്വങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. 72-ാമത്തെ വയസ്സിൽ അദ്ദേഹം മഗധ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിനടുത്ത് പാവ എന്നു പേരായ ഒരു ചെറു പട്ടണത്തിൽ പട്ടിണി കിടന്ന് ജീവത്യാഗം ചെയ്തതായിട്ട് പറയപ്പെടുന്നു. ജൈനമതം വൈദിക മതത്തെ പാടെ നിഷേധിച്ചു. അതിൽ ദൈവവിശ്വാസത്തിന് സ്ഥാനമില്ല. ബുദ്ധമതത്തെ പോലെ ജൈനമതവും കർമ്മസിദ്ധാന്തം അംഗീകരിച്ചിരുന്നു.
ജനനമരണങ്ങളുടെയും സകല ദുരിതങ്ങളുടെയും കാരണം കർമ്മമാണെന്നും മോക്ഷപ്രാപ്തിയുടെ മാർഗം കർമ്മശുദ്ധിയാണെന്നും അഹിംസയും ആത്മദണ്ഡവും മോക്ഷത്തിലേക്ക് വഴിതെളിക്കുന്നുവെന്നാണ് ജൈനമത സിദ്ധാന്തം. ജൈനമതം ബുദ്ധമതത്തെ പോലെ സാമാന്യ ജനങ്ങളെ ആകർഷിച്ചില്ല. ഇന്ത്യക്ക് വെളിയിൽ ഒട്ടും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതുമില്ല. പക്ഷേ ഇന്ത്യക്കുള്ളിൽ മാൾവ, കലിംഗം, മധുര എന്നീ സ്ഥലങ്ങളിലും ദക്ഷിണേന്ത്യയിൽ ചില ഭാഗങ്ങളിലും ജൈനമതം വേരൂന്നാനിടയായി. തമിഴ്നാട്ടിൽ അനേകം ജൈന സന്യാസി മഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. കാലക്രമത്തിൽ ബുദ്ധമതത്തെ പോലെ ജൈനമതവും രണ്ടായി പിളർന്നു. ദിഗംബരന്മാർ, ശ്വേതാംബരന്മാർ എന്നീ രണ്ടുതരം ജൈനമതക്കാർ ഈ ഭിന്നിപ്പിൻ്റെ ഫലമായുണ്ടായി. ദിഗംബരന്മാർക്ക് ആകാശം മാത്രമേ വസ്ത്രമായി ഉണ്ടായിരുന്നുള്ളൂ. വെളുത്ത വസ്ത്രം ധരിക്കുന്നവരായിരുന്നു ശ്വേതാംബരന്മാർ. ജൈനമതം സാംസ്കാരിക രംഗത്ത് വമ്പിച്ച സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. മതം, വ്യാകരണം, രാഷ്ട്രതന്ത്രം എന്നീ വിഷയങ്ങളിൽ ജൈനന്മാർ പല മഹൽ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അഹിംസാ സിദ്ധാന്തം, സാർവജനീനത്വം, ജാതി നിഷേധം എന്നിവ ജൈനമതം ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിന് നൽകിയിട്ടുള്ള വിശിഷ്ട സംഭാവനകളാണ്. പിൽക്കാലത്ത് ജൈനമതം അധപതിക്കാൻ തുടങ്ങി. ഇതിന് പല കാരണങ്ങളുണ്ട്. ആഭ്യന്തര സംഘടനം, മഹാവീരൻ്റെ പിൻഗാമികളുടെ കഴിവുകേട്, ബുദ്ധമതത്തിനുണ്ടായിട്ടുള്ളതുപോലുള്ള പ്രചാരണ ഉപാധികളുടെ അഭാവം, ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും മത്സരം നേരിടാനുള്ള കരുത്തില്ലായ്മ എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്നിരുന്നാലും ഭാരതത്തിൽ ഇപ്പോഴും ജൈനമതത്തിന് 20 ലക്ഷത്തിലധികം അനുയായികളുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അടുത്ത ചാപ്റ്റർ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.